വെൽക്കം ടു മൈ ലൈഫ് പെറ്റൽസ്. ജൂലൈ 26 വേൾഡ് മാൻഗ്രോവ് ഡേ ആണ്. ഇതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ഓഗസ്റ്റ് 2 അതിരമ്പുഴയിലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നും സ്കൂൾ ഓഫ് എൻവയറമെന്റൽ സയൻസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആലപ്പുഴ ജില്ലയിലുള്ള പാതിരാമണൽ ദ്വീപിൽ സസ്റ്റഡേ സൊല്യൂഷൻസ്, ഇക്വാസ് എന്നീ സ്റ്റാർട്ടപ്പുകളുടെ സഹകരണത്തോടുകൂടി ഒരു ക്ലീനിംഗ് വിസിറ്റ് നടത്തി. ഒപ്പം കണ്ടൽ ചെടികൾ നടുകയും ചെയ്തു. പോകുന്ന വഴിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് ഒക്കെ ഉണ്ടായിരുന്നു. അമ്പൽപ്പൂക്കൾ നിറഞ്ഞ വാട്ടർ ബോഡീസും അതേപോലെ നെൽപ്പാടങ്ങളും ഒക്കെ. ആലപ്പുഴ ജില്ലയിൽ മുഹമ്മ പഞ്ചായത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ എസ്റ്റുവറിയൻ സിസ്റ്റമായ വേമ്പനാട് കായലിലാണ് ഈ പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ വരുമ്പോൾ തന്നെ വെൽക്കം ടു പാതിരാമണൽ ബേർഡ് സാഞ്ചുറി എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ലോകമെമ്പാടുമുള്ള 100ഓളം മൈഗ്രേറ്ററി ബേർഡ്സിന്റെ ഒരു സാഞ്ചുറിയാണ് ഈ പാതിരാമണൽ ദ്വീപ്. ഇവിടുത്തെ മെയിൻലാൻഡിൽ നിന്ന് ബോർഡ് ചെയ്ത് വേണം നമുക്ക് പാതിരാമണൽ ദ്വീപിലേക്ക് എത്താൻ. ഞങ്ങളുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീമതി സ്വപ്ന ഷാബു മാഡമാണ്. അങ്ങനെ ഞങ്ങൾ പാതിരാമണൽ ഐലൻഡിലേക്ക് എത്തി. അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയതിനു ശേഷം ഞങ്ങളുടെ ഫസ്റ്റ് ടാസ്കായ ക്ലീനിങ്ങിലേക്ക് കയറുന്നതിന് മുൻപായി ഞങ്ങളുടെ സ്കൂൾ ഓഫ് എൻവയറമെന്റൽ സയൻസിലെ പ്രൊഫസറായ സൈലസ് സാറ് ഞങ്ങൾക്ക് ഇവിടുത്തെ ദ്വീപിനെ പറ്റിയും അതേപോലെ വേമ്പനാട് കായലിനെ പറ്റിയൊക്കെ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് 4 ടീമായിട്ട് ഡിവൈഡായി 4 ഡിഫറെന്റ് സ്ഥലത്ത് പോയി ഞങ്ങളുടെ ക്ലീനിങ് ടാസ്കിലേക്ക് പ്രവേശിച്ചു. ഹരിതകർമ്മ സേനയും അതേപോലെ കോളേജുകളിലും സ്കൂളുകളിൽ നിന്നൊക്കെ വരുന്ന വിദ്യാർത്ഥികളൊക്കെ ഇവിടെ നിരന്തരം വന്ന് ക്ലീൻ ചെയ്യാറുള്ള സ്ഥലമാണെങ്കിലും എപ്പോൾ പോയാലും നമുക്കിവിടെ പ്ലാസ്റ്റിക് പോലെയുള്ള വേസ്റ്റുകളൊക്കെ കാണുവാൻ സാധിക്കും. വേമ്പനാട് കായലിലേക്കും ഇതിൻ്റെ മറ്റ് ട്രിബ്യൂട്ടറീസിലേക്കും നമ്മൾ മനുഷ്യർ തന്നെ വലിച്ചെറിയുന്ന വേസ്റ്റുകൾ ഒഴുകിയെത്തി വേലിയേറ്റവും മറ്റും വരുമ്പോൾ ഇത് ഈ ദ്വീപിലേക്ക് അടിഞ്ഞുകൂടുന്നതാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽസ്, കവറുകൾ, ചെരുപ്പ്, മെഡിസിൻ ബോട്ടിൽസ്, സാഷേ കവേഴ്സ്, സിറിഞ്ചസ്, ഗ്ലാസ് ബോട്ടിൽസ് തുടങ്ങിയ ഡിഫറെൻറ്റ് വേസ്റ്റ് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഞങ്ങൾ ഈ വേസ്റ്റ് എല്ലാം ചാക്കുകളിലാക്കി കളക്ട് ചെയ്ത് വെച്ചു. ഇനി ഹരിതകർമ്മ സേന ഇത് ഏൽപ്പിക്കും. ഞങ്ങളുടെ ഈ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം സ്നാക്സ് ഒക്കെ കഴിച്ചു. പിന്നെ അവിടെ പാർക്കിലൊക്കെ കുറച്ച് നേരം എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ സെക്കൻഡ് ടാസ്കായ മാംഗ്രോവ് സാപ്ലിങ്സ് പ്ലാന്റേഷനിലേക്ക് ഞങ്ങൾ കയറാൻ പോകുന്നു. അപ്പോൾ ഇതിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്റെ കയ്യിലിരിക്കുന്ന ശരിക്കും ബ്രിഗേറിയ ജിംനറൈസ എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ആണ്. ഇന്ത്യയിലെ ലോകത്ത് മൊത്തം ഏകദേശം 54 വെറൈറ്റീസ് ഓഫ് മാംഗ്രോവ്സ് ഉണ്ട്. 54 വെറൈറ്റീസ് ഉണ്ട്. അതില് ഇന്ത്യയിലെ മിക്കവാറും തന്നെ കാണപ്പെടുന്നുണ്ട്. കേരളത്തിൽ 18 സ്പീഷീസിനാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. 18 സ്പീഷീസ്. അതിൽ ചിലത് മാംഗ്രോവ് അസോസിയേറ്റ്സ് ആണ്. മാംഗ്രോവ് അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ അവർ ട്രൂ മാംഗ്രോവ്സ് അല്ല, ബട്ട് ദേ ആർ സീൻ എലോങ് വിത്ത് മാംഗ്രോവ്. മാംഗ്രോവ് ചെടി ഈ ബ്രിഗേറിയ ജിംനറൈസ കരക്കട്ടൽ എന്നറിയപ്പെടും. സീഡ്സ് കൊണ്ടുവന്നുണ്ട്. ആ സീഡ്സ് എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായി പോയിട്ട് സീഡ് ഇതുപോലെ നീളും. ഇതാണ് ശരിക്കും ഞാൻ സീഡാണ്. നീണ്ട ശേഷം അതിന് ചെടി പൊട്ടി മുളച്ചു വരും. അപ്പൊ ഇങ്ങനെ താഴേക്ക് കുത്തിയാണ് വീഴുന്നത്. അപ്പൊ നേരെ ചെളിയിൽ പോയി കുത്തി വീഴും. ചെളിയിൽ പോയി കുത്തി വീണ് ഇത് വേറെ ആകും. ഇതിന് മേളിലേക്ക് ഇതുപോലെ ഇല പോലെ മുളച്ചു വരും. ഒരു വാക്കിംഗ് ട്രീസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇങ്ങനെ ഒരു മരം അതിന് താഴെ ചുറ്റും വേര് വീഴുന്നത്, വേരുപടം. ആ വേരുപടലങ്ങളുടെ ഇടയിലാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ മത്സ്യങ്ങളും മറ്റു ജീവജാലങ്ങളെല്ലാം ഒന്ന് മുട്ടയിടുകയും അതിന്റെ കുഞ്ഞുങ്ങളുണ്ടാകുകയും പിന്നെ പുറത്തു പോകും. സോ ദേ ആർ നോൺ ആസ് ദി ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ആസ് വെൽ ആസ് നഴ്സറീസ് ഓഫ് അക്വാട്ടിക് ഫോണ. ഇത്തരം ഈ ബ്രിഗേറിയയ്ക്ക് ലോ സലൈൻ കണ്ടീഷനിൽ വളരാൻ പറ്റും. പക്ഷെ ഇതിന്റെ വേറൊരു സ്പീഷീസ് ഉണ്ട്, എക്സോഫോറ മ്യൂക്രണാറ്റ എന്ന് വെച്ചാൽ അവർ ഹൈ സലൈൻ ഏരിയയിലേ കാണത്തുള്ളൂ. അതുകൊണ്ട് അവര് മിക്കപ്പോഴും തന്നെ ഈ കടൽ തീരങ്ങളാണ് കാണപ്പെടുന്നത്. ഇത് ഇതുപോലുള്ള കായൽത്തീരങ്ങൾ ഇതുപോലെ സലൈനിറ്റി കുറഞ്ഞ കുറെ സ്പീഷീസിന് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. എല്ലാവരും കയ്യിൽ ഒരു തൈ വീതം തരും. 2 ഗ്രൂപ്പായിട്ട് തരും. ഒരു ഗ്രൂപ്പ് ഇപ്പുറ സൈഡിലേക്ക് പ്രശാന്ത് സാറിന്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഇങ്ങോട്ട് പോകണം. ഒരു ഗ്രൂപ്പ് ഇപ്പുറ സൈഡിലേക്ക് പോയിട്ട് നടാൻ പറ്റും. കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരെ ഇറങ്ങണ്ട. പക്ഷെ നിങ്ങൾ തൈ എല്ലാം കൊണ്ടുപോകണം. എന്നിട്ട് നിങ്ങൾ അവിടെ നടണം. നിങ്ങൾ ഓരോ ചെടി നടുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥത ആഗ്രഹിക്കണം ഇത്
വളർന്ന് വലുതായി നമ്മൾ ഈ പറയുന്ന ഫങ്ഷൻസ് സെർവ് ചെയ്യട്ടെ നമ്മൾ ആഗ്രഹിക്കും. 2004 ഡിസംബറിലെ വലിയ സുനാമിയിൽ നിന്നും ഒഡീഷയിലെ ബിദർഗാനിയ വൈൽഡ് ലൈഫ് സാഞ്ചുറി ഒക്കെ രക്ഷപ്പെട്ടത് തന്നെ അവിടുത്തെ മാൻഗ്രോവ് എക്കോസിസ്റ്റം ഉള്ളതുകൊണ്ട് മാത്രമാണ്. കാരണം സുനാമിയുടെ വലിയ ശക്തിയെ അതിജീവിക്കുവാൻ ഈ മാൻഗ്രോവ് ഫോറസ്റ്റ് വലിയ പങ്കാണ് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേ ആർ നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ 2 ടാസ്കും കഴിഞ്ഞ് തിരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തി. നല്ലൊരു എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു യാത്ര.